രാക്ഷസൻ വിഷ്ണു വിശാൽ നമ്മുടെ രാക്ഷസൻ വിഷ്ണു വിശാലിന്റെ ഒരു സിനിമ, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, വേണമെങ്കിൽ ഒരു സൈക്കിക് ത്രില്ലർ, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലിംഗ് ബേസ്ഡ് പടം എന്നൊക്കെ പറയാം. ആര്യൻ റിലീസായത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ എവിടെ ത്രില്ലർ ഉണ്ടോ അവിടെ കമ്പാരിസൺ രാക്ഷസൻ ആയിട്ടാണ്. സോ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാക്ഷസൻ പോലത്തെ പടമല്ല, കമ്പയർ ചെയ്യരുത് എന്നൊക്കെ. സ്റ്റിൽ കമ്പാരിസൺ ഉണ്ടാവും. അതാണ് രാക്ഷസന്റെ പ്രത്യേകത. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സദേൺ ഇൻഡസ്ട്രി. ഹോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ എവിടെ ഒരു പെട്ടിക്കട ത്രില്ലർ ഇറങ്ങിയാലും കമ്പാരിസൺ രാക്ഷസൻ ആയിട്ടാണ്. രാക്ഷസന്റെ മുകളിൽ പോയോ രാക്ഷസന്റെ താഴെയാണോ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് ഇതിന് മുകളിൽ എന്ത് റെക്കഗ്നിഷൻ കിട്ടാനാണ്? ഈ ഇടയ്ക്ക് മറ്റേ വിഷ്ണു വിശാൽ ഏതോ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു എന്നെ 9 പടത്തിൽ നിന്ന് ഒഴിവാക്കി, 10 പടത്തിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ. ബ്രോ, ഈ ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല രാക്ഷസന്റെ മുകളിൽ ഒരു ത്രില്ലർ വരുന്നത്. ആ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. രാക്ഷസൻ 2 പോലും ഇവൻ അതിന്റെ മുകളിൽ പോകാൻ പറ്റില്ല. ദാറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. സോ ഈ സിനിമ വന്നിട്ട് മറ്റേ മേനക പറഞ്ഞിട്ടൊരു മലയാളം സീരീസ് ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടറും ഇതിന്റെ ഡയറക്ടറും ഒന്നാണ്. ഇപ്പൊ തന്നെ കാര്യം പിടിയിട്ടില്ലേ? ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ റീമേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ വെർജിൻ ആയിട്ടാണ് ഈ സിനിമ കാണാനിരുന്നത്. മനസ്സിലായില്ല? മേനക സീരീസ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആയിരുന്നു. കാരണം വിഷ്ണു വിശാൽ പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ അത് വേറെ ലെവൽ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ആരുടെ തെറ്റ്? എന്റെ തെറ്റ്. ശോകമൂകം എന്റെ പൊന്നാണ്, വൻ ശോകപ്പടമായിരുന്നു. വെരി ബോറിംഗ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓറ സ്ക്രീൻ പ്രസൻസ് ഉള്ളത് ഇതിലെ മഹീന്ദ്ര താറിനാണ്. വേറെ ഒരു ആക്ടർക്കും ഒരു ആക്ട്രസിനും 7 അയലത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല. കാരണം പടം ഭയങ്കര ബോറിങ്ങും സ്ലോ ആണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കിടുവായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലർ പടത്തിന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. മറ്റേ ഒരു 5 ദിവസം 5 കൊലപാതകങ്ങൾ നടക്കും. ക്ലീശയായി തോന്നിയില്ലേ? എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ് 20 മിനിറ്റ്സ്. ഞാനിങ്ങനെ സീറ്റ് ഓഫ് ദി എഡ്ജ് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് വളരെ വളരെ നല്ലത്. ഇത്രയും വെറുപ്പിച്ച ഒരു സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയ്ക്ക് ഇടയിൽ ത്രില്ലറിന്റെ ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക്, നമ്മുടെ വിഷ്ണു വിശാലിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, വിഷ്ണു വിശാലിന്റെ ഭാര്യയ്ക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആ കൊച്ചൊരു മഞ്ഞ ഐറ്റനിൽ പോണു, ഇങ്ങേര് താറിൽ പോണു. എന്തോന്ന് തേങ്ങ ഇത്. ഇതില് എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറായിട്ടൊരു നായികയുണ്ട്. ശ്രദ്ധ ശ്രീനാഥ് ഉണ്ട്. യൂഷ്വലി ശ്രദ്ധ ശ്രീനാഥ് എവിടെയുണ്ടോ അവിടെ പടം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പടമായിരിക്കും. ആൾക്ക് നല്ലോണം പെർഫോം ചെയ്യാനും ഉണ്ടാവും. ഇതില് ഈ റോള് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു റോള്. ആൻഡ് ആ കൊച്ചിന്റെ പെർഫോമൻസ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. സെൽവരാഘവനാണ് ഇതിൽ വില്ലനിസം കാണിച്ചിരിക്കുന്നത്.